വെൽക്കം ബാക്ക് ടു ഓൾ. ബിൽഡിംഗ് ബൈലോസിൻ്റെ 16ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിസിനസ് ബിൽഡിംഗ് വരെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഗ്രൂപ്പ് എഫ് അഥവാ മെർക്കൻറ്റൈൽ ബിൽഡിംഗ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം മെർക്കൻറ്റൈൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പുകൾ, സ്റ്റോറുകൾ, മാർക്കറ്റുകൾ, പിന്നെ അതേപോലെ തന്നെ എന്തും നമ്മൾ വിൽക്കുന്ന കടകളൊക്കെ ഇല്ലേ, സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ, അതൊക്കെയാണ് മെർക്കൻറ്റൈൽ ബിൽഡിങ്ങിൽ ഉൾപ്പെടുന്നത്. ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. ദിസ് ഇൻക്ലൂഡ് എനി ബിൽഡിംഗ് ഓർ പാർട്ട് ഓഫ് ബിൽഡിംഗ് വിച്ച് ഇസ് യൂസ്ഡ് ആസ് എ ഷോപ്പ്, സ്റ്റോർ, മാർക്കറ്റ് ഫോർ ഡിസ്പ്ലേ ആൻഡ് സെയിൽസ് ഓഫ് മെർക്കൻഡൈസ് ഐദർ ഹോൾസെയിൽ ഓർ റീറ്റെയിൽ. അപ്പം ഹോൾസെയിൽ ആയിട്ടായാലും റീറ്റെയിൽസ് ആയിട്ടായാലും സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനും അത് വിൽക്കാനും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉള്ള സ്റ്റോറുകൾ, ഷോപ്പുകൾ, മാർക്കറ്റുകൾ, അതൊക്കെയാണ് നമ്മുടെ മെർക്കൻറ്റൈൽ ബിൽഡിങ്ങിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അത് 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ് ഡിവിഷൻ F1 ഉണ്ട്. അതിലെന്തൊക്കെയാണുള്ളത്? ഷോപ്പ്, സ്റ്റോറ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ, മാർക്കറ്റുകൾ. അതിൻ്റെ ഏരിയ എന്തായിരിക്കണം? 500 മീറ്റർ സ്ക്വയറിന് താഴെയാണെങ്കിൽ അത് F1 ഉൾപ്പെടുന്നു. ഇനി F2 ആണെങ്കിലോ, ഷോപ്പ്, സെൻറ്റർ, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറ് വിത്ത് 500 മീറ്റർ സ്ക്വയറിന് മുകളിൽ ഏരിയ ഉള്ള സ്ഥലങ്ങളാണ് F2 ഉൾപ്പെടുന്നത്. F3 എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് സെൻറ്ററുകളാണ് F3 ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താ മെർക്കൻറ്റൈൽ ബിൽഡിങ്? അതിൻ്റെ എത്രാമത്തെ ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് F ആണ്. അതോടെ ഓർത്ത് വെച്ചോളാം. അടുത്തത് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയലുകളൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യാനും അതിനെ അസംബ്ലി ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും പ്രോസസ്സിങ് നടത്താനും ഉള്ള ബിൽഡിങ്ങുകളാണ് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്. അതായത് നമ്മൾ ഉൽപ്പന്നങ്ങൾ മെറ്റീരിയൽസിൽ നിന്നും ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ അല്ലേ. പലതരം പ്രൊഡക്ട്സുകൾ നമ്മൾ മെറ്റീരിയൽസിൽ നിന്നും ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിനുള്ള ഓപ്പറേഷനുകളാണ്, അത് ചെയ്യുമ്പോഴുള്ള ഓപ്പറേഷനുകളാണ് ഈ ഫാബ്രിക്കേഷൻ, അസംബ്ലിങ്, മാനുഫാക്ചറിങ്, പ്രോസസ്സിങ്. ഓക്കെ, ഇതൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമ്മളൊരു ഉൽപ്പന്നം നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്താണെന്ന് ആലോചിച്ചോളാം. ഓക്കെ, അപ്പം ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകൾ കണ്ടോ, ഫാക്ടറികൾ ഉൾപ്പെടുന്നുണ്ട്, വാട്ടർ മില്ലുകളുണ്ട്, ഫൗണ്ടറി സ്ഥാപനങ്ങൾ, ടൈഡ് മില്ല്, വിൻഡ് മില്ല്, പവർ പ്ലാന്റ്, അതൊക്കെയാണ് നമ്മളെ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ ബിൽഡിങ് ഇതേപോലെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. G1, G2, G3. G1 എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ലോ ഹസാഡസ് ഇൻഡസ്ട്രി. അപ്പോൾ ലോ ഹസാഡസ് എന്ന് പറഞ്ഞാൽ എന്താ? താരതമ്യേന ഹസാഡസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചില മെറ്റീരിയൽസ് നമുക്ക് ഉപദ്രവം ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെയാണ് ഹസാഡസ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ നിലനിൽപ്പിനും അതേപോലെ തന്നെ ആനിമൽസിൻ്റെ നിലനിൽപ്പിനും ഒക്കെ ഭീഷണിയായിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ ഭീഷണിയായിട്ടുള്ള ചില ഫാക്ടറികൾ, അതൊക്കെയാണ് ഹസാഡസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ലോ ഹസാഡസ് ഇൻഡസ്ട്രീസ്, അതായത് താരതമ്യേന കുറവ് ഹസാഡസ് ഉള്ള ബിൽഡിങ് G1 വരുന്നു, മോഡറേറ്റ് മീഡിയം ഹസാഡസ് ഉള്ളത് G2 വരുന്നു, G3 എന്ന് പറഞ്ഞാൽ ഹൈ ഹസാഡസ് ഇൻഡസ്ട്രി. എന്തുകൊണ്ടാണ് ഹൈ ഹസാഡസ് ഇൻഡസ്ട്രിയിൽ? അപ്പോൾ അത് ഏതൊക്കെ വരും? ഈ കാർബൺ ഡൈ ഓക്സൈഡുകളൊക്കെ പുറപ്പെടും, മീഥെയ്ൻ, അങ്ങനെയുള്ള നമുക്ക് പോയിസൺ ആകുന്ന വാതകങ്ങളൊക്കെ പുറത്തുവിടുന്ന കുറേ ഫാക്ടറീസുകളുണ്ട്. അതൊക്കെയാണ് ഹൈ ഹസാഡസ് ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. ഇനി നമുക്ക് സ്റ്റോറേജ് ബിൽഡിംഗ് ആണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് ബിൽഡിംഗ് അതെന്തിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്? സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ അതാണ് സ്റ്റോറേജ് ബിൽഡിംഗ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? സ്റ്റോറേജ്, ഷെൽട്ടറിങ്, റിപ്പയറിങ്, അങ്ങനെയൊക്കെ നടക്കാം. അതായത് നമ്മളിപ്പം വാഹനങ്ങളൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കില്ലേ, അതൊക്കെ ഈ സ്റ്റോറേജ് ബിൽഡിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആനിമൽസിനെ ഒക്കെ സ്റ്റോർ ചെയ്യൂലേ, അതൊക്കെ നമ്മൾ സ്റ്റോറേജ് ബിൽഡിങ്ങിൽ. പക്ഷേ ഇതിൽ എന്തുണ്ടാവില്ല?
നമ്മൾ ഈ മാരകമായിട്ടുള്ള സാഡസായിട്ടുള്ള കുറേ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവില്ലേ, അതൊന്നും സ്റ്റോർ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ ഓക്കെ ഇനി ഇതിൽ എന്തൊക്കെയാണ് എക്സാമ്പിൾ എന്ന് നോക്കാം. വെയർ ഹൗസസ്, കോൾഡ് സ്റ്റോറേജസ്, ഫ്രൈഡ് ഡിപ്പോട്ട്സ്, ട്രാൻസിറ്റ് ഷെഡുകൾ, സ്റ്റോർ ഹൗസസ്, ട്രക്ക്, മറൈൻ ടെർമിനൽസ്, ഗ്യാരേജുകൾ, ഹാങ്ങേഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ സ്റ്റോറേജ് ബിൽഡിങ്ങിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് ബിൽഡിംഗ് എന്താണെന്ന് അറിയാലോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓർ ഷെൽട്ടറിങ് ഓഫ് ഗുഡ്സ്, വെഹിക്കിൾ, അനിമൽ, വെയർ ഹൗസ്, ഗ്രെയിൻ സ്റ്റോർ, ഗാരേജ് ആൻഡ് സ്റ്റേബിൾസ്. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളുകളാണ്. ഇതെന്താണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളത്. ഇനി ഹസാഡസ് ആണെങ്കിൽ, ഇനി അടുത്ത് നമുക്ക് ഹസാഡസ് ബിൽഡിംഗ് ആണ്, ഗ്രൂപ്പ് ഐ അല്ലേ. അപ്പം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസാഡസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ, സൂക്ഷിച്ച് വയ്ക്കാനുള്ള ഒരു ബിൽഡിംഗ് ആണ് ഹസാഡസ് ബിൽഡിങ്. അതായത് നമുക്ക് പുറത്തേക്ക് അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ലീക്ക് ഔട്ടായി കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ നിലനിൽപ്പിനും അതേപോലെ തന്നെ ആനിമൽസിൻ്റെ നിലനിൽപ്പിനും ഒക്കെ ഭീഷണിയായിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ബിൽഡിംഗ് ആണ് ഹസാഡസ് ബിൽഡിങ്. ഓക്കെ, ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ഇത് എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഒക്യുപ്പൻസിക്ക് അനുസരിച്ച് നമ്മൾ ഇത്രയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലേ, അതിന് മാക്സിമം പെർമിസിബിൾ ഏരിയ, പ്ലോട്ട് ഏരിയയിൽ എത്ര ആ ബിൽഡിങ് കവർ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് 50% ആണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പഠിച്ചോളാം. 50% ആണ്. ശരിക്കും അത് 65% ആയിട്ട് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് കുറച്ചുകൂടെ മുന്നേ ഉള്ള ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള വാല്യൂ പഠിച്ചോളാം. 50% ആണ്. ഓക്കെ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ 50% ആണ്. അപ്പോൾ എല്ലാ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലും 50% ആണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് എഡ്യൂക്കേഷണൽ ബിൽഡിങ്. എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങിൽ 30% ആണ് ഇവിടെ തന്നിട്ടുള്ളത്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 25%. ഓക്കെ, അതിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് എഡ്യൂക്കേഷനിൽ 50% ആണ്, ഇൻസ്റ്റിറ്റ്യൂഷനിൽ 50% ആണ്. അപ്പോൾ ഈ വാല്യൂ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള വാല്യൂ പഠിച്ചോളാം കേട്ടോ നിങ്ങൾ. ഇനി അസംബ്ലി ബിൽഡിങ് 40%, അതിപ്പോഴും അത് തന്നെയാണ്, 40% തന്നെയാണ്. ഓക്കെ, ഇനി ബിസിനസ് ബിൽഡിങ്ങൾ, സെമി പബ്ലിക് ബിസിനസ്, അതായത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെമി പബ്ലിക് ബിസിനസ്സുകൾ 30% ആണ്. മെർക്കൻറ്റൈൽ ബിൽഡിങ് 60% ആണ്. ഓക്കെ, മെർക്കൻറ്റൈൽ 60% ആണ്. ഇൻഡസ്ട്രികൾ 40% ആണ്. സ്റ്റോറേജ് 70, അതിപ്പോഴും 70 തന്നെയാണ് കേട്ടോ. ഹസാഡസ് 25. ഓക്കെ, അപ്പം ഇതിലെ മാക്സിമം പെർമിസിബിൾ FAR എന്തായിരുന്നു? ഫ്ലോർ ഏരിയ റേഷ്യോ ആയിരുന്നു. അതിൻ്റെ FAR കൂടെ തന്നിട്ടുണ്ട്, അതോടെ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. പക്ഷേ ഈ വാല്യൂസ് എന്തായാലും നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, FAR എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്ലോർ ഏരിയ റേഷ്യോ. അതെന്താ? ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ, അതാണ് ഫ്ലോർ ഏരിയ റേഷ്യോ. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പോർഷനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.